10ാം ക്ലാസ്സിലെ 8ാം പാഠമാണ് നാം ഇന്ന് പഠിക്കുന്നത്. പാഠത്തിലെ വിഷയം ഇതാണ്: ക്രിസ്തുവിൻ്റെ ആളത്വത്തെക്കുറിച്ചുള്ള ദുരുപദേശങ്ങൾ. യേശുക്രിസ്തുവിൻ്റെ ആളത്വത്തെക്കുറിച്ചുള്ള ദുരുപദേശങ്ങൾ 1ാം നൂറ്റാണ്ടിൽ തുടങ്ങി കാലാകാലങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതിനെല്ലാം തന്നെ അതാത് കാലങ്ങളിൽ വേദപണ്ഡിതന്മാർ മറുപടി നൽകിയിട്ടുണ്ട്. ഈ പാഠത്തിൽ പഠിക്കുന്ന ദുരുപദേശത്തിൻ്റെ മറുപടി നേരത്തെ പഠിച്ച പാഠങ്ങളിൽ നിന്നും ലഭിക്കുന്നതാണ്. അതിൽ പറയാത്ത പുതിയ കാര്യങ്ങൾ മാത്രമാണ് ചിലത് ഇവിടെ പറയുന്നത്. ഒന്നാമത്തെ ദുരുപദേശം യൂണിറ്റേറിയാനിസം എന്നുള്ളതാണ്. യൂണിറ്റേറിയാനിസം പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരു ദൈവമായിരിക്കുന്നത് പോലെ ഒരു ആളത്വം മാത്രമാണ്. പഴയ നിയമ കാലയളവിൽ പിതാവായി അഥവാ യഹോവയായി വെളിപ്പെട്ട ദൈവം അഥവാ ആളത്വം തന്നെയാണ് പിൽക്കാലത്ത് പുത്രനായും ഈ കാലത്ത് പരിശുദ്ധാത്മാവായും വെളിപ്പെട്ടു വന്നത്. ആകയാൽ ദൈവത്തിൽ അഥവാ ആളത്വങ്ങൾ ഇല്ല. ദൈവം ത്രിയേക ദൈവമല്ല, ഏക ദൈവം മാത്രമാണ്. ഇതാണ് ഈ കൂട്ടരുടെ പഠിപ്പിക്കൽ. പെട്ടെന്ന് കേട്ടാൽ ഇത് ശരിയാണെന്ന് നമുക്ക് തോന്നും. എന്നാൽ ഇതിനൊരു മറുപടി ദൈവവചനത്തിൽ നിന്നും നമുക്ക് പഠിക്കേണ്ടതാണ്. ദൈവത്തിൽ നിത്യതയിൽ തന്നെ ഒന്നിലധികം ആളത്വങ്ങൾ ഉള്ളതായി കൃത്യമായി തിരുവെഴുത്തിൽ കാണുന്നുണ്ട്. ഉൽപ്പത്തി 1:1 എലോഹീം അല്ലെങ്കിൽ ദൈവം എന്ന എബ്രായ പദം ബഹുവചന രൂപമാണ്. ഉൽപ്പത്തി 1:26, 11:27 നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യത്തിൽ എന്ന് പറഞ്ഞിരിക്കുന്നു. സങ്കീർത്തനം 2:7 സദൃശ്യവാക്യം 30:4 ജനിപ്പിച്ച പിതാവിനെയും ജനിച്ച പുത്രനെയും കുറിച്ചും പറയുന്നുണ്ട്. യെശയ്യാവ് 48:16 യഹോവയായ കർത്താവ്, തൻ്റെ ആത്മാവ്, ഞാൻ എന്നീ 3 വ്യക്തികളെക്കുറിച്ച് വേർതിരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതുകൂടാതെ പുതിയ നിയമത്തിൽ യോഹന്നാൻ പറയുന്നത് ഇങ്ങനെയാണ്: വചനം അഥവാ ക്രിസ്തു ദൈവത്തോട് കൂടെയായിരുന്നു. യോഹന്നാൻ 1:1-2 പുത്രൻ പിതാവിനോട് കൂടെ ഉണ്ടായിരുന്ന മറ്റൊരാളത്വമെന്ന് വ്യക്തം. അതിനാൽ ദൈവത്തിൽ ഒന്നിൽ കൂടുതൽ ആളത്വങ്ങളുണ്ട് എന്നും അത് യഥാക്രമം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ 3 ആളത്വങ്ങൾ ചേർന്ന ഏക ദൈവമാണെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഇനി ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിനെതിരായിട്ടുള്ള ചില ദുരുപദേശങ്ങളുണ്ട്. അതിലൊന്ന് എബിയോനിസം എന്നുള്ളതാണ്. അതായത് യേശു ജോസഫിൻ്റെയും മറിയയുടെ മകൻ മാത്രമാണ്, ദൈവത്വമുള്ളവനല്ല എന്നായിരുന്നു ഇവരുടെ പഠിപ്പിക്കൽ. കേവലം മനുഷ്യനായിരുന്ന യേശുവിൻ്റെ സ്നാന സമയത്ത് സ്വർഗീയനായ ക്രിസ്തു തന്നിൽ അധിവസിച്ചെന്നും ക്രൂശ് മരണത്തിന് മുമ്പായി വിട്ടുപിരിഞ്ഞെന്നും ഇവർ പഠിപ്പിക്കുന്നുണ്ട്. ഇതിന് ഉള്ള മറുപടി നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് നോക്കാം. ക്രിസ്തുവിൻ്റെ ജനനം തന്നെ വ്യത്യസ്തമായിരുന്നു. പുരുഷൻ തൊടാതെ കന്യകയിൽ നിന്നും പരിശുദ്ധാത്മാവിനാലാണ് ക്രിസ്തു ജനിച്ചത്. ലൂക്കോസ് 1:24-25, ഗലാത്യർ 4:4. ക്രിസ്തുവിൻ്റെ ജനനത്തിൽ ജോസഫിന് യാതൊരു പങ്കുമില്ല. ജനനം മുതൽ തന്നെ ക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും ആയിരുന്നു. 2. അറിയൂസ് മതം. 4ാം നൂറ്റാണ്ടിൽ അലക്സാണ്ട്രിയ സഭയിലെ ബിഷപ്പായിരുന്നു അറിയൂസ്. അദ്ദേഹം പറയുന്നത് ക്രിസ്തു കേവലം മനുഷ്യനല്ല, എന്നാൽ സാക്ഷാൽ ദൈവവുമല്ല. ക്രിസ്തുവിന് പൂർവാസ്തിക്യം ഉണ്ടെങ്കിലും നിത്യാസ്തിക്യം ഇല്ല. ദൈവത്തെപ്പോലെ ദൈവവുമല്ല. ക്രിസ്തു ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ വെച്ച് പ്രഥമനും പ്രധാനനുമാണ്. ദിവ്യത്വമുണ്ട്, എന്നാലും പൂർണ്ണ ദൈവത്വമില്ല. ഇതാണ് അറിയൂസ് മതക്കാർ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇതിന് തിരുവെഴുത്തിൽ കൂടെ ഒരു മറുപടി നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അറിയൂസിൻ്റെ ഉപദേശത്തിൻ്റെ പിന്തുടർച്ചക്കാരാണ് ആധുനിക യഹോവസാക്ഷികൾ. AD 325 നിഖ്യാ സുനകദോസിൽ വെച്ച്
അറിയൂസിൻ്റെ സകല വാദങ്ങൾക്കും അത്തനാഷ്യസ് എന്ന പണ്ഡിതൻ മറുപടി കൊടുത്തു. ആ സുനകദോസ് അറിയൂസിനെ വേദവിപരീതി എന്ന് വിധിക്കുകയും ചെയ്തു. അറിയൂസിൻ്റെ വാദങ്ങൾക്ക് മറുപടി 5-ാമത്തെ പാഠമായ ക്രിസ്തുവിൻ്റെ ദൈവത്വം എന്ന പാഠത്തിൽ നിന്നും അതിൽ വിശദമായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. ഒരു ചെറിയ മറുപടിയാണ് ഞാനിവിടെ പറയുന്നത്. ക്രിസ്തു കേവലം മനുഷ്യനല്ല, എന്നാൽ സാക്ഷാൽ ദൈവവുമല്ല എന്നാണ് അറിയൂസ് പറയുന്നത്. അതിനുള്ള മറുപടി നമുക്ക് നോക്കാം. ഇത് പൂർണ്ണമായിട്ട് തെറ്റാണ്. ക്രിസ്തു പൂർണ്ണ മനുഷ്യനായിരുന്നു. അതുകൊണ്ടാണ് ക്രിസ്തുവിന് ദാഹം, വിശപ്പ്, ഉറക്കം, അതുപോലെ കണ്ണുനീർ വാർത്തു, കരഞ്ഞു എന്നെല്ലാം പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തു സാക്ഷാൽ ദൈവമായിരുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ 1:1 പറയുന്നത് വചനം ദൈവമായിരുന്നു. സർവത്തിന് മീതെ ദൈവമെന്ന് റോമർ 9:5 മഹാദൈവമെന്ന് തീത്തോസ് 2:12 പിതാവ് പുത്രനെ ദൈവമെന്ന് സംബോധന ചെയ്തിരിക്കുന്നതായി എബ്രായർ 1:8 നാം കാണുന്നു. അവൻ സത്യദൈവമെന്ന് 1 യോഹന്നാൻ 5:20 കാണുന്നുണ്ട്. ഈ തെളിവുകളുടെയൊക്കെ വെളിച്ചത്തിൽ ക്രിസ്തു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമെന്ന് വ്യക്തമാണ്. അടുത്ത്, ക്രിസ്തുവിന് പൂർവാസ്തിക്യം ഉണ്ടെങ്കിലും നിത്യാസ്തിക്യം ഇല്ല എന്നാണ് ഈ വാദഗതിയിൽ പറയുന്നത്. അത് പൂർണ്ണമായിട്ടും തെറ്റാണ്. ക്രിസ്തുവിന് ദൈവത്തെപ്പോലെ തന്നെ പൂർവാസ്തിക്യം, നിത്യാസ്തിക്യം, സ്വയാസ്തിക്യം ഉള്ള വ്യക്തിയാണ്. 5-ാമത്തെ പാഠത്തിൽ ഇതിൻ്റെ എല്ലാം വാക്യങ്ങൾ ധാരാളമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനാൽ ഇവിടെ ചുരുക്കമായിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്നതിൽ നിന്നും ഇവരുടെ വാദഗതി പൂർണ്ണമായി പൊളിയുന്നതായിട്ടാണ് കാണുവാനായിട്ട് കഴിയുന്നത്. അടുത്തതായിട്ട് ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിനെതിരായിട്ടുള്ള ചില ദുരുപദേശങ്ങളെക്കുറിച്ചാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. 1, ഡോസറ്റിസം. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തോടുള്ള ബന്ധത്തിൽ 2-ാം നൂറ്റാണ്ടിൽ ഉണ്ടായ ഒരു ദുരുപദേശമാണ് ഈ ഡോസറ്റിസം എന്നുള്ളത്. ക്രിസ്തു പൂർണ്ണ മനുഷ്യനല്ലായിരുന്നു, കേവലം ഒരു മായക്കാഴ്ചയായിരുന്നു. തനിക്ക് സ്വർഗീയ ശരീരമാണ് ഉണ്ടായിരുന്നത്, നമ്മെപ്പോലെയുള്ള ഭൗതിക ശരീരം തനിക്കില്ലായിരുന്നു. ഇതാണ് ഡോസറ്റിസക്കാർ പഠിപ്പിക്കുന്നത്. എന്നാൽ അതിനുള്ള മറുപടി തിരുവഴുത്തിൽ നിന്നും നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിങ്ങനെയാണ്: യേശു ക്രിസ്തു ഒരു മായക്കാഴ്ച അല്ലായിരുന്നു, നമ്മെപ്പോലെ ഭൗതിക ശരീരം തനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവൻ്റെ വചനം. 1 യോഹന്നാൻ 1:1-2. ഈ വാക്യങ്ങളുടെ വെളിച്ചത്തിൽ ക്രിസ്തുവിന് ഭൗതിക ശരീരം ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമാണ്. 2-ാമത്തെ പഠിപ്പിക്കൽ അപ്പല്ലിനേറിയാനിസം എന്ന് പറയുന്ന ഒരു കൂട്ടർ. AD 362 ലവോദിക്കയിലെ ബിഷപ്പായിരുന്ന അപ്പല്ലോസാണ് ഈ ഉപദേശത്തിൻ്റെ സ്ഥാപകൻ എന്നാണ് വിശ്വസിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തുവിന് ദൈവത്വമുണ്ട്, എന്നാൽ തൻ്റെ മനുഷ്യത്വം പൂർണ്ണമല്ല. ക്രിസ്തുവിന് ദേഹി ഉണ്ടായിരുന്നു എങ്കിലും ആത്മാവില്ലായിരുന്നു. അങ്ങനെ ക്രിസ്തു പൂർണ്ണ മനുഷ്യൻ അല്ലായിരുന്നു. ഇതിനുള്ള മറുപടി നമുക്ക് തിരുവഴുത്തിൽ നിന്ന് നോക്കാം. യേശു ക്രിസ്തുവിന് നമ്മെപ്പോലെ ആത്മാവുണ്ടായിരുന്നു. ക്രിസ്തു ക്രൂശിൽ മരിക്കുന്ന രംഗം വൈദ്യനായ ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അതായത്, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ലൂക്കോസ് 24:46. ഈ വേദഭാഗത്തിൻ്റെ വെളിച്ചത്തിൽ ക്രിസ്തുവിന് ആത്മാവ് ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇനി തുടർന്ന് ഈ ഏക ആളത്വത്തിനെതിരായിട്ടുള്ള ദുരുപദേശങ്ങളിൽപ്പെട്ട ഒന്നുകൂടെ നോക്കാം. 1, നെസ്തോറിയൻ ഉപദേശം. ഈ നെസ്തോറിയൻ ഒരു സന്യാസിയായിരുന്നു. പിൽക്കാലത്ത് കുസ്തന്തീനോസ് പോലീസിലെ പാർത്തിയാക്കിസായി തീർന്നു. ഇദ്ദേഹം ക്രിസ്തുവിൽ 2 സ്വഭാവം മാത്രമല്ല 2 ആളത്വങ്ങളും ഉണ്ടെന്ന് പഠിപ്പിച്ചു. AD 431 എഫസോസിൽ കൂടിയ സുനകദോസിൽ വെച്ച് ഇദ്ദേഹത്തെ ദുരുപദേഷ്ടാവായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതിനുള്ള മറുപടി നമുക്ക് നോക്കാം. യേശു ക്രിസ്തുവിൽ ദൈവത്വവും മനുഷ്യത്വവും ഒന്നിച്ചുണ്ടെങ്കിലും
ഒരു ആളത്വം മാത്രമേ ഉള്ളൂ. രണ്ട് ആളത്വം തനിക്കില്ല. ദൈവത്വവും മനുഷ്യത്വവും ഒരു ആളത്വത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഈ നെസ്തോറിയൻ ഉപദേശത്തിനും നമുക്ക് മറുപടി പറയാവുന്നതാണ്. ഇനി നമ്മൾ അടുത്ത 9ാമത്തെ പാഠത്തിൽ പഠിക്കാനായിട്ട് പോകുന്നത് ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലെ വീണ്ടെടുപ്പ് വേലയെക്കുറിച്ചാണ്.